ഗൈസ്, ഇന്ന് നമുക്കൊരു വെറൈറ്റി ടൈപ്പ് ചൂണ്ടയെ പരിചയപ്പെടാം കേട്ടോ. ഈ ചൂണ്ടയ്ക്ക് എന്താ കൊമ്പുണ്ടോ എന്ന് ചോദിച്ചാൽ സംഭവം ശരിയാണ്. ഈ ചൂണ്ടയ്ക്ക് ഒന്നല്ല രണ്ട് കൊമ്പുണ്ട്. ഇതുകൊണ്ടുള്ള ഉപയോഗം എന്താണെന്ന് കാട്ടിത്തരാൻ വേണ്ടി തൊട്ടടുത്ത കോഴിക്കടയിൽ നിന്നും നമ്മൾ കുറച്ച് കോഴിയുടെ കുടൽ എടുത്തിട്ടുണ്ട്. ഈ കോഴിക്കുടൽ ഒരു സാധാരണ ചൂണ്ടയിലും നമ്മുടെ കയ്യിലിരിക്കുന്ന എക്സ്ട്രാ ബാർബുള്ള ചൂണ്ടയിലും ഒരുപോലെ കയറ്റാൻ പോവുകയാണ്. സാധാരണ ചൂണ്ടയിൽ ഏറ്റിയ ശേഷം തിരിച്ചു വലിക്കുമ്പോൾ കോഴിക്കുടൽ സിമ്പിൾ ആയി തിരിച്ചു ഊരി വരുന്നതായി കാണാൻ കഴിയും. എന്നാൽ നമ്മുടെ എക്സ്ട്രാ ബാർബുള്ള ചൂണ്ടയിൽ കയറ്റി തിരിച്ചു വലിക്കുമ്പോൾ കുടലിന് അത്യാവശ്യം നല്ലൊരു പിടുത്തം കിട്ടുന്നതായി കാണാൻ കഴിയുന്നുണ്ട്. ഈ ഒരു സവിശേഷത കൊണ്ട് തന്നെ ഈ ചൂണ്ട കോഴിക്കുടൽ വെച്ചുള്ള മണിഞ്ഞിൽ പിടുത്തത്തിന് പെർഫെക്റ്റ് ആയിരിക്കും കേട്ടോ. എക്സ്ട്രാ രണ്ട് ബാർബുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഹുക്കായ മീനിന്റെ വായിൽ എക്സ്ട്രാ ഗ്രിപ്പ് കൊടുത്ത് മീൻ ഇളകി പോകാതെയും ഇത് സഹായിക്കുന്നു. എന്തായാലും ചൂണ്ടയൊന്ന് ടെസ്റ്റ് ചെയ്യാനായി കുറച്ച് കൂടുതൽ കോഴിക്കുടൽ കൊരുത്തെടുത്ത് ആറ്റിലെ പുതുവെള്ളം ഇറങ്ങുന്ന ഒരു ഏരിയയിലേക്ക് നമ്മൾ എറിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. ചൂണ്ടച്ചരടിന്റെ അറ്റം തൊട്ടടുത്ത ഒരു ചെടിയുടെ കമ്പിൽ ചുറ്റി വെച്ച ശേഷം നമ്മൾ ഇൻഡിക്കേറ്റർ ആയിട്ട് ഒരു മണിയും അതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. മണി ഇരിക്കുന്നത് കൊണ്ട് കുറച്ചു നേരം നമുക്ക് ഈ കാണുന്ന പ്രകൃതി രമണിയെ ആസ്വദിച്ച് തൊട്ടടുത്തായിട്ടൊക്കെ ഒന്ന് കറങ്ങി നടക്കാം കേട്ടോ. എന്നാൽ കൂടുതൽ അങ്ങോട്ട് ആസ്വദിക്കാൻ വിടാതെ മണി കിടന്ന് അങ്ങോട്ട് കിലുക്ക് തുടങ്ങി. മണിഞ്ഞിലിനെ പ്രതീക്ഷിച്ച് ഓടിച്ചെന്ന നമ്മൾ ചരട് പിടിച്ച് വലിച്ചപ്പോൾ നല്ല വെയിറ്റ് ഉണ്ട്. പക്ഷെ തിരിച്ചുള്ള വലി കണ്ടപ്പോ തന്നെ മനസ്സിലായി കയറിയിരിക്കുന്നത് ഒരു ആമച്ചാരാണ്. ആമയെ കണ്ടപ്പോ തന്നെ നമ്മുടെ പകുതി മൂടും പോയി കിട്ടിയിട്ടുണ്ട്. കാരണം ആമയെ കിട്ടിയ സ്ഥലത്ത് ചൂണ്ടയിട്ടാൽ വീണ്ടും വീണ്ടും ആമ തന്നെ ചൂണ്ടയെടുക്കാനുള്ള ചാൻസ് കൂടുതലാണ്. എന്തായാലും ഹുക്കിന്റെ കേപ്പബിലിറ്റി മനസ്സിലായ സ്ഥിതിക്ക് ആമയെ പറഞ്ഞുവിട്ട ശേഷം നമ്മൾ പെട്ടി മടക്കി അടുത്ത സ്പോട്ടിലേക്ക് പോവുകയാണ് കേട്ടോ.